ഹലോ സോലിയോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് യമഹയുടെ MT-15 വേർഷൻ 2 ആണ്. കഴിഞ്ഞ ആഴ്ച ഓട്ടോമൊബൈൽ വേൾഡിൽ നടന്ന കുറച്ചേറെ ന്യൂസിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് എപ്പോഴത്തെ പോലെ KTM ന്യൂസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. KTM ഡ്യൂക്ക് 390 പുതിയൊരു ഫീച്ചർ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, ക്രൂയിസ് കൺട്രോളോടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ KTM ഡ്യൂക്ക് 390 ഇപ്പോൾ കുറച്ചുകൂടി ഒന്ന് ടൂറിംഗ് ഫ്രണ്ട്ലി ആക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ KTM. പ്രൈസിൻ്റെ കാര്യങ്ങളിലൊന്നും പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല. പിന്നെ ഹാൻഡിൽ ബാർ സ്വിച്ചസ്, അതായത് ക്രൂയിസ് കൺട്രോൾ കൊണ്ടുവന്ന ഓൾമോസ്റ്റ് നമ്മുടെ പുതുതായിട്ട് കൊണ്ടുവന്ന അഡ്വഞ്ചർ 390 സ്വിച്ച് കൺട്രോൾസ് പോലെയാണ് ക്രൂസ് കൺട്രോൾ സ്വിച്ച് അവർ ആഡ് ചെയ്തിരിക്കുന്നത്. കാണാനൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. പ്രൈസിൻ്റെ കാര്യം ഉടനെ തന്നെ പറയുന്നതാണ്. ലാസ്റ്റ് ടൈം ഒരു 80,000 പ്രൈസ് കട്ട് കൊണ്ടുവന്നാണ് KTM ഇറക്കിയത്. ഇപ്പോൾ ക്രൂസ് കൺട്രോൾ വന്ന സ്ഥിതിക്ക് മിക്കവാറും തിരിച്ച് പഴയ പ്രൈസിങ്ങിൽ തന്നെ പോകുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ തന്നെയാണ്. പിന്നെ KTM കഴിഞ്ഞ ആഴ്ച നമ്മൾ ഓട്ടോമൊബൈൽ ന്യൂസിൽ പറഞ്ഞായിരുന്നു KTM 125 സീരീസ്, അതായത് ഡ്യൂക്ക് 125, അതേപോലെ തന്നെ RC125 ഡിസ്കണ്ടിന്യൂ ആവുന്നുണ്ടെന്ന്. പക്ഷേ അത് എന്തിനാണെന്ന് വിചാരിച്ചാൽ ഇത്തവണയാണ് ഞാൻ അറിഞ്ഞത് KTM 160 സീരീസ്, അതായത് ഡ്യൂക്ക് 160, അതേപോലെ തന്നെ RC160 ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വരുന്നുണ്ട് എന്നുള്ള ചെറിയൊരു ന്യൂസ് കേൾക്കുന്നുണ്ട്. അത് സത്യമാണെങ്കിൽ ഒരു പക്ഷേ യമഹയുടെ R15 MTയുടെ 15 ഒരു കോമ്പറ്റീഷൻ ആവുന്നതായിരിക്കും. അതിനൊരു 2 lakh പ്രൈസിൻ്റെ താഴെയാണ് വരുന്നതെങ്കിൽ മാരകമായിരിക്കും. അപ്പോൾ അതൊക്കെ തന്നെയായിരുന്നു KTM സൈഡിൽ നിന്നുള്ള ന്യൂസ്. വേറെ ന്യൂസ് വയ്ക്കുമ്പോൾ അൾട്രാ വയലറ്റാണ്. അൾട്രാ വയലറ്റ് 2 മോട്ടോർ സൈക്കിൾ, 2 ടൂ വീലേഴ്സ് ഇറക്കി ഇന്ത്യ മൊത്തത്തിൽ ഞെട്ടിച്ച് വെച്ചിരിക്കുകയാണ്. ഫസ്റ്റ് നമുക്ക് നോക്കാം. ടെസറാക്ട് എന്ന് പറയുന്ന ഒരു ഇലക്ട്രിക് സ്കൂട്ടറാണ് ആദ്യം ലോഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു കംപ്ലീറ്റ് ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈനിലാണ് അവർ പിടിച്ചിരിക്കുന്നത് ഈ ടെസറാക്ട് എന്ന് പറഞ്ഞ സ്കൂട്ടർ. കാണാനൊക്കെ ആദ്യം മാരക ലുക്കാണ്, ഒരു രക്ഷയില്ല. ലുക്ക് മാത്രമല്ല, വർക്കിങ്ങും കുറേയേറെ ടെക്ക് അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ടെസറാക്ട് എന്ന് പറഞ്ഞ ഒരു മോട്ടോർ സൈക്കിൾ സ്കൂട്ടേഴ്സിലോട്ട്. എസ്പെഷ്യലി റഡാർ ടെക്നോളജി യൂസ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിലും റിയറിലും റഡാർ ടെക്നോളജി ഉണ്ട്. അതുകൊണ്ട് തന്നെ ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ, പിന്നെ കൊളിഷൻ അലേർട്ട് എന്നിങ്ങനെ കുറേ ഫീച്ചേഴ്സൊക്കെ ഈ റഡാർ ടെക്നോളജി ഉള്ളതുകൊണ്ട് തന്നെ കിട്ടുന്നതാണ്. പിന്നെ ഈ മിറേഴ്സ് പോലെയല്ല, ഇതിൽ വാർണിങ്സ് ഒക്കെ വരുന്ന പോലെയാണ് ടെസറാക്റ്റിൽ വരുന്നത്. പിന്നെ നമുക്ക് ഡാഷ് ക്യാംസ് വരുന്നതായിരിക്കും ഫ്രണ്ടിലും റിയറിലും. പിന്നെ 14 ഇഞ്ചിൻ്റെ അലോയ് വീൽസ് എന്നിങ്ങനെ പറയാനായിട്ട് പറഞ്ഞ് നിൽക്കുന്ന രീതിയിലാണ് അവർ ടെസറാക്ട് പുതിയ ഫീച്ചേഴ്സുമായിട്ട് സ്കൂട്ടേഴ്സ് ഇറക്കിയിരിക്കുന്നത്. എന്തായാലും നിങ്ങൾക്ക് യൂട്യൂബിൽ ചെക്കൗട്ട് ചെയ്യാം. അവരുടെ തന്നെ പേജിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസുമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പ്രൈസിങ് വരുന്നത് ഫസ്റ്റ് 10,000 കസ്റ്റമേഴ്സിന് ഒരു 1,20,000 റുപ്പീസിനാണ്. പിന്നെ ഫസ്റ്റ് 50,000 കസ്റ്റമേഴ്സിന് ഒരു 1,30,000 റുപ്പീസിനും. അതേപോലെ തന്നെ ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് വരുന്ന ഒരു 1,45,000 റുപ്പീസുമാണ്. പ്രൈസിങ്ങിലേക്ക് അത്യാവശ്യം നല്ലൊരു പ്രൈസിംഗ് ആണ് ഈ ടെസറാക്ട് കൊണ്ടുവന്നിരിക്കുന്നത്. 3 വേരിയൻസിൽ അവൈലബിൾ ആണ്. ഒരു 3.5 കിലോ വാട്ട്, ഒരു 5 കിലോ വാട്ട്, പിന്നെ ഒരു 6 കിലോ വാട്ട് അവറിൻ്റെ ബാറ്ററിയുമായിട്ടാണ് വരുന്നത്. ബാക്കിയുള്ളതിൻ്റെ ഒന്നും പ്രൈസിങ് പറഞ്ഞിട്ടില്ല. ഈ 3.5 കിലോ വാട്ട് അവറിൻ്റെ ബാറ്ററിയാണ് ലൈക്ക് ഒരു 1.45 lakhs വരുന്നത്. കിലോമീറ്റർ റേഞ്ച് നോക്കുമ്പോൾ ഈ 3.5 ഓൾമോസ്റ്റ് ഒരു 160 കിലോമീറ്റർ റേഞ്ചും, പിന്നെ ഈ 5 കിലോ വാട്ട് അവറിൻ്റെ ഒരു 220, പിന്നെ 6 കിലോ വാട്ട് അവറിൻ്റെ ഒരു 260 കിലോമീറ്റർ റേഞ്ചും തരാൻ സാധിക്കുന്ന രീതിയിലാണ് അൾട്രാ വയലറ്റ് കൊണ്ടുവന്നേക്കുന്നത്. ഇത് മാത്രമല്ല, സിഗ്നൽ വീണല്ലോ. പിന്നെ അൾട്രാ വയലറ്റ് ലോഞ്ച് ചെയ്തതെന്ന് വെച്ചാൽ അവരുടെ ഇന്ത്യസ് ഫസ്റ്റ് ഡ്യുവൽ പർപ്പസ് ഇലക്ട്രിക് മോട്ടോർ സൈക്കിളാണ് അൾട്രാ വയലറ്റ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഷോക്ക് വേവ് എന്നാണ് നെയിം ഇട്ടേക്കുന്നത്. കേൾക്കുന്നത് പോലെ തന്നെ നമ്മുടെ മനസ്സിൽ ഒരു ഷോക്ക് വേവ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഫീച്ചേഴ്സ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ആദ്യം തന്നെ ഞങ്ങൾക്ക് പറയാം. ഇതിൻ്റെ പവർ ഫിഗേഴ്സ് വരുന്നത് 14.5 BHP ആണ്. ഓക്കെ, BHP വൈസ് ഓക്കെയാണ്, നോർമലാണ്. പക്ഷേ ഇതിൻ്റെ ടോർക്ക് വരുന്നത് 505 ന്യൂട്ടൺ മീറ്റേഴ്സ് ഓഫ് ടോർക്കാണ്. അതെ, 505 ന്യൂട്ടൺ മീറ്റേഴ്സ് ഓഫ് ടോർക്ക്. അതും ഒരു ഇലക്ട്രിക് ബൈക്കിന് ലൈക്ക് 120 സംതിങ് കിലോഗ്രാം മാത്രമേ ഇതിൻ്റെ വെയിറ്റ് വരുന്നുള്ളൂ. ഈവൻ സൂപ്പർ ബൈക്സിന് പോലും ഒരു 505 ന്യൂട്ടൺ മീറ്റേഴ്സ് ഓഫ് ടോർക്കൊന്നും കൊണ്ടുവരാൻ സാധിക്കുന്നില്ല. ഒരു മാരക മെഷീൻ തന്നെയായിരിക്കും ഈ അൾട്രാ വയലറ്റിൻ്റെ ഷോക്ക് വേ, അതിന് ഒരു സംശയവുമില്ല. ഓഫ് റോഡിങ്ങും ട്രയൽ റൺസും എല്ലാം കിട്ടിലുമായിട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു മോട്ടോർ സൈക്കിളായിരിക്കും അൾട്രാ വയലറ്റിൻ്റെ ഷോക്ക് വേവ്. അപ്പോൾ എന്തായാലും വരട്ടെ. ഇതിൻ്റെ പ്രൈസിങ് വരുന്ന ലൈക്ക് 1,75,000 റുപ്പീസിനാണ് ഈ അൾട്രാ വയലറ്റിൻ്റെ ഷോക്ക് വേവ് വരുന്നത്. ഒരു 4.5 കിലോ വാട്ട് അവറിൻ്റെ ബാറ്ററിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു 160 കിലോമീറ്റർ റേഞ്ചൊക്കെ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഒരു 4.5 ഇഞ്ചിൻ്റെ വേർട്ടിക്കൽ TFT മീറ്റർ കൺസോൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ പറഞ്ഞ് പോകാൻ രീതിക്കുന്ന കുറേ ടെക്നോളജി അവർ യൂസ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഡീറ്റെയിൽസൊക്കെ എന്തായാലും ഞാൻ ഇവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഇത് മാരകം തന്നെയാണ് കേട്ടോ അൾട്രാ വയലറ്റിൻ്റെ ഷോക്ക് വേവ്. പിന്നെ ന്യൂസ് ചെക്കൗട്ട് ചെയ്യുമ്പോൾ ഹോണ്ടയുടെയും വോക്സ് വാഗൻ്റെ സൈഡിൽ നിന്ന് കുറച്ച് പ്രൈസ് കട്ട്സ് കൊണ്ടുവന്നിട്ടുണ്ട്. പ്രൈസ് കട്ടല്ല, കുറച്ച് ഡിസ്കൗണ്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഫസ്റ്റ് ഹോണ്ടയുടെ സൈഡിൽ നോക്കാം. ഹോണ്ടയുടെ സിറ്റിയിൽ ഒരു 90,000 റുപ്പീസിൻ്റെ ഡിസ്കൗണ്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് ജനറേഷൻ അമേസിന് ഒരു ലൈക്ക്
67,000 67,000 രൂപയുടെ ഡിസ്കൗണ്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ എലവേറ്റ് എന്ന് പറഞ്ഞ ഒരു കാറിന് ലൈക്ക് 86,000 ഒരു ഡിസ്കൗണ്ടും കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ് ഹോണ്ടയുടെ സൈഡിൽ നിന്നുള്ള ഡിസ്കൗണ്ട്സ് ഒക്കെ. പിന്നെ വോക്സ് വാഗൻ്റെ സൈഡിൽ നിന്ന് വിർട്ടസ് എന്ന കാറിന് ലൈക്ക് 1,90,000 രൂപയുടെ ഒരു ഡിസ്കൗണ്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ കുറേ വേരിയൻസ് ഉണ്ട് ഇത് ഈ പറഞ്ഞ എല്ലാ കാർസിനും. അപ്പോൾ ലൈക്ക് ഡിസ്കൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ കാണും കേട്ടോ. പിന്നെ നമ്മുടെ വോക്സ് വാഗൻ്റെ ടായ്ഗണ്ണും ലൈക്ക് 2,50,000 രൂപയുടെ ഒരു ഡിസ്കൗണ്ടും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഡിസ്കൗണ്ട് ഓഫേഴ്സൊക്കെ. ഈ ഒരു ടൈമിലൊക്കെ പോയി വാങ്ങിച്ചു കഴിഞ്ഞാൽ ഡിസ്കൗണ്ടൊക്കെ കിട്ടുന്നതായിരിക്കും. പിന്നെ അടുത്ത ന്യൂസ് ചെക്കൗട്ട് ചെയ്യുമ്പോൾ BMW 2025 C400 GT എന്ന് പറഞ്ഞാൽ മാക്സി സ്കൂട്ടർ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 11,50,000 രൂപയ്ക്കാണ് ഈ ഒരു സ്കൂട്ടർ കൊണ്ടുവന്നിരിക്കുന്നത്. പഴയ വേർഷൻ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ചേഞ്ചസ് ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. 25,000 രൂപയുടെ പ്രൈസ് ഇൻക്രീസ് പഴയ മോഡലിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് എക്സ്ട്രാ കൊണ്ടുവന്നിട്ടുള്ളത് നോക്കുമ്പോൾ നമ്മുടെ സ്കൂട്ടറിൻ്റെ ബൂട്ട് സ്പേസ് കുറച്ചൊന്ന് കൂട്ടിയിട്ടുണ്ട്. പിന്നെ അവർ വൈസറിൻ്റെ ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്. അഡ്ജസ്റ്റബിൾ വൈസർ കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ടിൻറ്റഡ് വൈസർ അത് നിങ്ങൾ ഓപ്ഷൻ പോലെ ചൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ 2 കളർ വേരിയൻസ് ഉണ്ട്. ഒന്ന് ഒരു ബ്ലാക്ക് സ്റ്റോം എന്ന് പറഞ്ഞ കളറും പിന്നെ ഒരു ഡയമണ്ട് വൈറ്റ് മെറ്റാലിക് എന്ന് പറഞ്ഞ കളർ. അതായത് 2 കളർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിലാണ് അവൈലബിൾ ആകുന്നത്. പിന്നെ ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് ഒരു 10 മില്ലിമീറ്റർ കുറച്ചിട്ടുണ്ട്. കുറച്ചുകൂടി കംഫർട്ടബിൾ ആവുന്നതായിരിക്കും. ഇതൊക്കെ തന്നെയാണ് എക്സ്ട്രാ എടുത്ത് പറയാനായിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ. പിന്നെ ഇതിന് വേണ്ടി തന്നെ ഒരു സ്പെഷ്യൽ എഡിഷൻ പോലെ വന്നിട്ടുണ്ട്. അതിൽ കുറച്ചേറെ മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ പറയാനായിട്ടുള്ളത് ഇതിൻ്റെ എൻജിൻ സ്പെക്ക് പറയാം. ഒരു 350cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് ആയിട്ടുള്ളൊരു എൻജിനാണ്. ഒരു 33.5 bhp ഒരു 35 Nm ഓഫ് ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള സ്കൂട്ടറാണ് നമ്മുടെ BMW C400 GT എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ തന്നെയാണ് BMW ഭാഗത്തു നിന്നുള്ള ന്യൂസ്. വേറെ നമുക്ക് യമഹയുടെ FCS എന്ന് പറയുന്ന സ്കൂട്ടറിൻ്റെ ഒരു ഹൈബ്രിഡ് വേർഷൻ വന്നിട്ടുണ്ട്. ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ യമഹയുടെ തന്നെ ഫെസീനോ അതേപോലെ തന്നെ റെയിൽ കണ്ടെത്തുന്ന സെയിം ടെക്നോളജിയാണ് അവർ നമ്മുടെ FCയിലും കൊണ്ടുവരുന്നത്. ഇന്ത്യസ് ഫസ്റ്റ് ഹൈബ്രിഡ് ബൈക്ക് കൂടിയാണ് കേട്ടോ നമ്മുടെ FC. ഒരു സ്മാർട്ട് മോട്ടർ ജനറേറ്റർ എന്ന് പറയുന്ന ഒരു ഡിവൈസ് ഉപയോഗിച്ചാണ് ഒരു പവർ ബൂസ്റ്റ് കൊണ്ടുവരുന്നതായിരിക്കും. അതാണ് ഈ ഹൈബ്രിഡ് ടെക്നോളജി എന്ന് പറയുന്നത്. പിന്നെ എക്സ്ട്രാ കൊണ്ടുവന്നിട്ടുള്ള ചേഞ്ചസ് പറയുമ്പോൾ ഒരു 4.5 ഇഞ്ച് TFT മീറ്റർ കൺസോൾ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഹാൻഡിൽ ബാസിൻ്റെ പൊസിഷൻ കുറച്ചൊന്ന് അപ്രൈസ് ചെയ്തിട്ടുണ്ട് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആക്കാൻ. പിന്നെ ഈ ടാങ്കിൽ തന്നെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി പെട്രോൾ അടിക്കുന്ന ടൈം കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ തന്നെയാണ്. പ്രൈസിങ് വരുന്ന ഒരു 1,45,000 റുപ്പീസിങ്ങിനാണ് നമ്മുടെ ഈ ഒരു FCS ഹൈബ്രിഡ് വേർഷൻ വരുന്നത്. പിന്നെ നമുക്ക് ഒരു 2 ന്യൂസ് കൂടെ ഉള്ളു. ഇന്ന് ന്യൂസൊക്കെ വളരെ കുറവാണ്. ടൊയോട്ടയുടെ ഫോർച്യൂണർ ലെജൻഡർ എന്ന് പറയുന്ന കാറിൻ്റെ ഒരു 4x4 മാനുവൽ ട്രാൻസ്മിഷനോട് കൂടി ഒരു കാർ വന്നിട്ടുണ്ട്. ഒരു 43,63,000 റുപ്പീസിനാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ലെജൻഡറിൻ്റെ ഓട്ടോമാറ്റിക് വേർഷൻ വെച്ച് നോക്കുമ്പോൾ കുറച്ചൊന്നും ഒരു 80 Nm ഓഫ് ടോർക്കിൻ്റെ കുറവുണ്ട്. പിന്നെ ഒരു 1.7 lakhs പ്രൈസ് കട്ടും വരുന്നുണ്ട് കേട്ടോ. പിന്നെ എടുത്തു പറയാനായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ എഞ്ചിനൊക്കെ വരുന്ന സെയിം ആണ്. ഒരു 2.8 ലിറ്റർ ടർബോ ഡീസൽ എഞ്ചിനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ എന്തുണ്ട്, പിന്നെ 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് സിമിലർ ടു പഴയ ഫോർച്യൂണർ ലെജൻഡർ ഓട്ടോമാറ്റിക് തന്നെയാണ്. അതൊക്കെ തന്നെയാണ് ഇതിൽ എടുത്ത് പറയാനായിട്ടുള്ളതൊക്കെ. പിന്നെ എപ്പോഴത്തെ പോലെ നമുക്കൊരു ഹാപ്പി ന്യൂസിലൂടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ടൊയോട്ടയുടെ തന്നെ ഹൈലക്സിൻ്റെ ഒരു ബ്ലാക്ക് എഡിഷൻ വന്നിട്ടുണ്ട്. ഒരു 37,90,000 രൂപ, ഓൾമോസ്റ്റ് ഒരു 38 ലക്ഷം രൂപയ്ക്കാണ് ഈ ഒരു ബ്ലാക്ക് എഡിഷൻ വന്നിട്ടുള്ളത്. ഫ്രണ്ട് ബമ്പർ തൊട്ട് റിയർ ഡിഫ്യൂസർ വരെ കംപ്ലീറ്റ് എലമെൻറ്റ്സും ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 18 ഇഞ്ചിൻ്റെ അലോയ് വീൽസ് ഒരു പുതിയ ഡിസൈൻ പോലെയൊക്കെ ഒരു ബ്ലാക്ക് കളർ തന്നെ പുതിയൊരു വീൽ ഹബ്ബ് പോലെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇൻറ്റീരിയറൊക്കെ ഓൾമോസ്റ്റ് സിമിലർ ആണ്. പഴയതുപോലെ തന്നെ ബ്ലാക്ക് ലെതേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ ആഴ്ചത്തെ ന്യൂസ് ഇതൊക്കെ തന്നെയായിരുന്നു. ഏതെങ്കിലും ന്യൂസ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അഫ്കോഴ്സ് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. പിന്നെ ഇതുവരെ വീഡിയോ കണ്ടവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കേ. അപ്പോൾ അതൊക്കെ തന്നെയായിരുന്നു ഈ ആഴ്ചത്തെ വീഡിയോ. അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.